എന്റെ കൂട്ടുകാരനെ കാണിക്കാം. ഈ ഗാർഡനകത്തേക്ക് കയറണമെങ്കിൽ വെറും 10 രൂപ ടിക്കറ്റ് എടുത്താൽ മതി. ഞാൻ അവിടെ കാഴ്ച കഴിഞ്ഞ് കാറിലേക്ക് ചെന്ന് കയറി അടുത്ത ഗാർഡനായിട്ടുള്ള നിഷാദ് ബാഗിലേക്ക് ചെന്നു. അവിടെ ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറാം. അതിനകത്തും കയറുമ്പോൾ ഇങ്ങനെ തപ്പതിരിച്ചിരിക്കുന്ന ആ ഗാർഡൻ ഫൗണ്ടനുകള്, മണ്ഡപങ്ങള്, മുഗൾ ശൈലി ആ കാഴ്ചയിലൊക്കെ വണ്ടി ചെന്ന് കയറിയിട്ട് അടുത്തതായിട്ട് തുലിപ് ഗാർഡൻസ് കാണാൻ പോകും. ഈ തുലിപ് ഗാർഡൻസ് 2007 സൃഷ്ടിച്ച ഒരു ഉദ്യാനമാണ്. തുലിപ് പൂക്കൾ ധാരാളമാണ്. തുലിപ് പൂക്കൾ കൃഷി ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ അത് പല നിറങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. കമ്പിളിപ്പുറത്തും ഞങ്ങൾക്ക് തണുത്ത് കുറച്ചിട്ട് ഉറക്കം പോലും വരാത്ത സ്ഥിതിയിലായി. അതുകൊണ്ട് പുലർച്ചെ ഉണർന്നടിയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഉറങ്ങിയിട്ട് വേണ്ട ഉണർന്നടിയില്ല. 4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി റെഡിയായി. 4:30 ആയപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ യൂസഫിനെ കാത്തിരിക്കുകയാണ്. കറക്റ്റ് 4:30 ആയപ്പോൾ ഒരു വള്ളം തുഴഞ്ഞു വരുന്ന ഒരു ശബ്ദം കേൾക്കാം. നിശബ്ദതയാണ്, ഒരു ശബ്ദവുമില്ല. അവിടെ ഈ നദീ തടാകത്തിലൂടെ ഈ ഷിക്കാരയില് ഒരു പങ്കായം കൊണ്ട് വെള്ളം ഇങ്ങനെ പകഞ്ഞ് ശബ്ദം അതിങ്ങനെ അടുത്തടുത്ത് വരുന്ന ശബ്ദം കേട്ടു. പണിയായി 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 പണിയായി. എനിക്കൊരു കുറച്ച് ഫയൽ എഴുതാനുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഇടുങ്ങിയ CPU എന്റെ തല പോയി. 2 വശങ്ങളിലും ചതുപ്പുകൾ, പുല്ലുപോലുള്ള ചെടികൾ ഇങ്ങനെ വെള്ളത്തിൽ. ഇത് പറഞ്ഞ തല പോയി. യൂസഫിനോട് ഞാൻ ചോദിച്ചു, ഇതൊക്കെ CPU ബൈ ബൈ see you say നമുക്ക് വലിക്കാൻ തരും. നമുക്ക് വലിക്കാൻ 2 കോപ്പ എടുക്കാം. രസകരമായ സൗഹൃദ കാഴ്ച. ഇവര് ഓരോ വള്ളങ്ങളും ചേർന്ന് വരും. ഇതിന്റെ മുൻഭാഗമെല്ലാം പരസ്പരം കൂട്ടിയിടിച്ച് പങ്കായം കൊണ്ട് അവരെ തള്ളി അകറ്റി വിടും, വന്നിടിക്കാതിരിക്കാൻ. ചിലർക്ക് സാധനങ്ങൾക്ക് വില പറയും. വില പറഞ്ഞിട്ട് വില ഒക്കില്ല, അവരുടെ ധാരണയെത്തില്ല. അവരാകുന്നു വീണ്ടും ചില കഴിഞ്ഞ അകത്തിൽ അവർ തർക്കിക്കും. തന്റെ സാധനത്തിന് എന്താ ഇത്ര വില എന്നുള്ള മട്ടിലുള്ള തർക്കങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ്